പൊന്നപ്പാ പൊന്നപ്പാ എന്തോ എവിടെയാ ഹിമാറ്? വിളിയടാ. എന്താ എന്നെ വിളിച്ച? അയ്യോ മൂസക്ക, ഇവനിപ്പോ നല്ലവനാ. ഇവിടുത്തെ കുക്കും അടുക്കളക്കാരനും ഒക്കെ ഇവൻ തന്നെ ഇപ്പൊ. എന്താണ് ഇവൻ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. അടുക്കളക്കാരന്റെ അപ്പനാണെന്ന് പറഞ്ഞതാ. അത് പറഞ്ഞു. ഞമ്മളെ ഉദ്ദേശിച്ച ഇവനെയല്ല, ആ ബാലുവിനെ. വിളിയടാ. ബാലുവിന് ബാലുവേ ഇങ്ങോട്ട് മാറിക്കട. നീ എന്താ വിചാരിച്ചേ? നമ്മുടെ ഹോസ്റ്റലിലെ പെൺകുട്ടിയെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലടാ? അനക്കൊക്കെ തോന്നിയ ദിവസം കാണിക്കാൻ നമ്മുടെ പെൺകുട്ടി കിട്ടുള്ളൂ. മൂസാക്ക ചൂടാവൊന്നും വേണ്ട. ആണും പെണ്ണോയ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഹോസ്റ്റലിൽ ഒരു പേരുണ്ട്. ചീത്ത പേരാ? അതേടാ, അന്നേക്ക് ഇവിടെ താമസിപ്പിച്ചതിന് ശേഷം അതുണ്ടായി. പിന്നെ നമ്മൾ ഇതിന് കൂട്ടു നിന്നാലേ നാട്ടുകാർ നമ്മളെ ബ്രോക്കർ എന്ന് വിളിക്കും. അത് വിളിക്കണ്ടല്ലോ. അല്ല, നാട്ടുകാർ ബ്രോക്കർ എന്ന് വിളിക്കുന്നു പറഞ്ഞാ. ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം, അന്റെയൊക്കെ അഭിനയം പരസ്യ കമ്പനിയിൽ മതി, ഇവിടെ വേണ്ട. മര്യാദക്കാണെങ്കിൽ ഇവിടെ നന്നായിട്ട് കയ്യാം. അല്ലാതെ ചെറ്റത്തരം കാണിക്കാനാണ് പരിപാടിയെങ്കിൽ നമ്മളീ അഴിച്ചിട്ടിരിക്കുന്ന കൈയൊക്കെ മടക്കി മുകളിലോട്ട് കേറ്റും. അതെ, അറിയാഞ്ഞിട്ട് ചോദിക്കാം. മീര മൂസാക്കയുടെ മോളൊന്നും അല്ലല്ലോ ഇത്ര അധികാരം എടുക്കാൻ. ഞാൻ മീരെ കാണും, മീരക്ക് ഇഷ്ടമാണെങ്കിൽ കെട്ടുകയും ചെയ്യും. കെട്ടുവാ? നീ കെട്ടുവാ? നമ്മളെ ഹോസ്റ്റലിന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടുപോയാലേ നിന്റെ കാലിന്റെ മുട്ടി നമ്മൾ തല്ലി ഒടിച്ചളയും. മാത്രമല്ല, ഇത് ആവർത്തിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഇപ്പൊ വിട്ടോളണം. ഇത് നമ്മുടെ ലാസ്റ്റ് ബാണിംഗ് ആണ്. നാണക്കേടായി. മൂസാക്ക് എങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതാ സൂയനടാ, അയാളുടെ ഹോസ്റ്റലിലെ പിള്ളേരാരും നോക്കാനും പാടില്ല, പ്രേമിക്കാനും പാടില്ല. അയാൾക്ക് 2 ഭാര്യ വരെ വെച്ചോണ്ടിരിക്കാം. നമ്മളെ ഈ വീട്ടിൽ നിന്ന് അയാൾ പുറത്താക്കണമെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പണി നമ്മ നോക്കും. അതെ. ബാപ്പാന്ന് വിളിക്കും മക്കളെ. ആരാ? എന്ത് വാപ്പ? എന്ത് വാപ്പ? ഇതെന്താ റോട്ടിൽ കൂടി പോണ ആളൊക്കെ മുസ്ലിമാണെന്ന് കരുതി അല്ലെങ്കിൽ വാപ്പാന്ന് വിളിക്കേ? സംഗതി സുന്ദരൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കൃത്യസമയത്ത് തന്നെ നാടനടി എത്തിച്ചില്ലേ? ഒരു കുട്ടിയുടെ കാര്യല്ലേ നമ്മൾ പറഞ്ഞത്? എന്നിട്ടിപ്പോ 3 എണ്ണം ഉണ്ടല്ലോ. ഇനിയിപ്പോ റേറ്റ് കൂടുവോ? റേറ്റ് അല്പം കൂടിയാലും വേണ്ടില്ല, അഭിനയിക്കുമ്പോ ഒറിജിനാലിറ്റി കിട്ടുമല്ലോ. നല്ല ഉത്തരവാദിത്തമുള്ള നടിയാ. അതെങ്ങനെ മനസ്സിലായി? 3 കുട്ടികളെ കണ്ടില്ലേ? ആഹാ, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞുതരാം. 2 ആഴ്ചയായില്ലേ ഇക്ക അങ്ങോട്ട് വന്നിട്ട്. ഞാനും പറക്കമുറ്റാത്ത ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാ കഴിയണേന്ന് വല്ല വിചാരമുണ്ടോ? മോനാണെങ്കിൽ എപ്പോഴും ബാപ്പയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാ. ഇതേതാണ് ഈ പകച്ചിങ്കിടാങ്ങളും? ഇതെന്റെ വാപ്പാടെ കൊച്ചാപ്പടെ എളാപ്പടെ മുത്താപ്പടെ ഞാൻ കാണിച്ചുതരാം. വാ മക്കളെ, നിങ്ങളുടെ ബാപ്പാടെ വീടാ ഇത്. എന്തൊരു ഒറിജിനാലിറ്റി! മിക്കവാറും ഇവിടെ ഒരു പൊട്ടലും ചീറ്റിലും നടക്കും. നിക്കാനല്ല, പൊറുക്കാനാ ഇവിടെ വന്നേ. പഠിച്ചോനെ, നമ്മൾ എന്താ ഈ കേക്കണേ? ഇവിടെ കിടന്ന് തൊള്ളറക്കാൻ ഇപ്പൊ എന്താ? ഇനി ഒന്നും പറയണ്ട, നമുക്കെല്ലാം മനസ്സിലായി. ഇതുവരെ നിങ്ങൾ പഞ്ചാര വർത്താനം പറഞ്ഞ് നമ്മളെ പറ്റിക്കല്ലായിരുന്ന. പഠിച്ചോനെ, നമ്മളോട് ഈ കൊലച്ചത് ചെയ്തല്ല. കുട്ടിയാണെന്ന് നമ്മൾ നോക്കൂല. ഓള് കുഞ്ഞല്ലേ നബീസു. എന്റെ ബെദിരിങ്ങളെ, നമ്മൾ രണ്ടാളും പൊറുക്കണ പൊരയിലേക്ക് ഈ കാഫറിസിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനങ്ങനെ വലിഞ്ഞേറി വന്നോളന്നല്ല. എന്റെ കുട്ടികളുടെ തന്തയായി മനുഷ്യൻ. വല്ല സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾ ഇക്കാരോട് തന്നെ ചോദിച്ചു നോക്ക്. നിങ്ങൾ എന്താ മുണ്ടാണ്ടിരിക്കണേ? ഓള് പറയണ ശരിയാണോ? വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇനി എന്തിനാടി രമീസ നമ്മളിവിടെ ജീവിക്കണേ? ഓള് പിള്ളേരും ഇവിടെ പുറത്തോട്ടെ. നമ്മളെന്തിനാണ് ഇവിടുന്ന് പോണേ? എന്തിനാണ് മരിച്ച വീട്ടിലെ പോലെ ഇവിടെ കിടന്ന് കരയണത്? രമീസ, നമുക്ക് ഏതെങ്കിലും കുറച്ച് ചാടി ചാവാടി. നിക്ക് നിക്ക് നിക്ക്, എന്നിട്ട് നമ്മളെ ജയിലിൽ കയറ്റണ? ഞാൻ പറയുന്നത് കേക്ക്. നീയൊക്കെയല്ലേ പറഞ്ഞത് കുട്ടികളുണ്ടാകാത്ത എന്റെ കുറ്റമാണെന്ന്? ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയില്ലേ? മക്കളില്ലാന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു. എന്നിട്ടിപ്പോ നമ്മളെ കുറ്റക്കാരൻ ദേ നിക്കണ മൊഞ്ചുള്ള 3 എണ്ണം. ഇങ്ങോട്ട് വന്നേ, ഇതിനെ പിടി പുടി. നിനക്കല്ലേ ആൺകുട്ടി വേണമെന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് വന്നേ, അതിനെ പിടി. അതിനെ നീ വെച്ചോ. ഇപ്പൊ 3 പേർക്കും കറക്റ്റ് ആയല്ലോ. നിങ്ങൾ 3 പേരും കൂടി ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ, നമ്മൾ വേറെ നോക്കിക്കോളാം. 2 ബീവികളും 4 വഴിക്ക് പിരിയും. ഏത് ട്രൂപ്പിലെ നടിയാ അവള്? എന്തൊരു പെർഫോമൻസ്! ഒരു കുട്ടി നീ 3 എണ്ണത്തിനെ കൊണ്ടുവന്നു. ഇനി റേറ്റ് കൂടൂലേ? റേറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അസാധ്യ പെർഫോമൻസ് അല്ലേ? നിങ്ങൾ ഏതൊരു കാര്യം പറഞ്ഞേ? മൂസാക്കയുടെ വീട്ടിലേക്ക് വന്നില്ലേ ആ നാടനടിയുടെ കാര്യം? ഞാൻ കൊണ്ടുവന്ന നടി നടത്തറ കനകം. നിങ്ങളൊരു മനുഷ്യനാണ് മൂസക്ക. പാലാണ്, തേനാണ്, കൽബിലെ കലിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞിനെ തന്നിട്ട് പോലെ കളഞ്ഞില്ലേ ചേട്ടാ?
ഇനിയെങ്കിലും എന്റെ കുഞ്ഞിനെയും എന്നെ സ്വീകരിക്കൂ ചേട്ടാ. മൂസക്ക, അങ്ങയുടെ ഹൃദയം കല്ലാണോ? ഈ താടി ഒഴിവാക്കിയാൽ ഈ മുഖം തന്നെയല്ലേ ഈ മുഖം? പറയൂ പറയൂ പറയൂ. ഈശ്വര, സുന്ദര